ഹായ് ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് അവൽ വിളയിച്ചത്. അവലെന്ന് പറയുമ്പോൾ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണല്ലോ. അപ്പം അവൽ വിളയിച്ചത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇത് ഉണ്ടാക്കാനാണെങ്കിലോ വളരെ ഈസിയാണ്. പിന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിലും നമുക്ക് ഒരാഴ്ച വരെയും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. വെളിയിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കേടുകൂടാതിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇടയ്ക്ക് കഴിക്കാനായിട്ടൊക്കെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവം തന്നെയാണ്. എന്തായാലും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ള വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഡബിൾ ഹോഴ്സിൻ്റെ ചെമ്പ അവലാണ്. അപ്പോൾ ഇത് റെഡ് കളറുള്ള അവലാണ് കേട്ടോ, വൈറ്റ് അല്ല. അപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ ടേസ്റ്റ് ഉള്ളത്. വൈറ്റിനെക്കാട്ടിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് ഈ അവൽ തന്നെയാണ്. ഇത് കിട്ടുന്നെങ്കിൽ ഇത് വെച്ച് തന്നെ ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1/2 കിലോൻ്റെ ഒരു പാക്കറ്റാണ്. പിന്നെ ഇത് ഇത്തിരി ഒരു കട്ടി കുറഞ്ഞ നൈസായിട്ടുള്ള അവലാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ശർക്കര ഒന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ശർക്കര വെള്ളമൊക്കെ ചേർത്തിട്ടൊന്ന് അലിയിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഒരു പാത്രത്തിൽ 3/4 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര ഞാൻ ചെറിയ പീസാക്കി ഒന്ന് പൊട്ടിച്ചിട്ടേക്കുവാണ് കേട്ടോ പാത്രത്തിൽ. നമ്മൾ എടുക്കുന്നത് 1/2 കിലോ അവലാണല്ലോ, അപ്പോൾ 1/2 കിലോ അവലിന് വേണ്ടിയിട്ട് കറക്റ്റ് മധുരമാണ് ഈ 3/4 കിലോ ശർക്കര എന്ന് പറയുന്നത്. ഇനി 3/4 കിലോ ശർക്കരയിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ ശർക്കര ഒന്ന് അലിയിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ, അല്ലാതെ ഒരുപാട് പാനിയാക്കി ഇങ്ങനെ കുറുക്കിയെടുക്കുമല്ലോ, അങ്ങനെയൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഈ ശർക്കരയൊന്ന് അലിയിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ശർക്കരയൊന്ന് അലിയിച്ചെടുക്കാം. ശർക്കര നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണേ. പിന്നെ മുകളിൽ ഇത് ഇങ്ങനെ പത പോലെ കാണുന്നില്ലേ, അപ്പോൾ ഇത് മൊത്തം ശർക്കരയുടെ അഴുക്കാണ്. അപ്പോൾ നമുക്കിത് കോരി മാറ്റണം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഈ പത പോലെ ഇരിക്കുന്നത് എടുത്ത് കോരി മാറ്റാം കേട്ടോ. കുറച്ച് നേരം ആയപ്പോൾ എന്താ ശർക്കര ഒന്ന് തണുത്തിട്ടുണ്ട്. ഇത് കണ്ടോ. ഇപ്പം ഇങ്ങനെ ഒന്ന് കോരി മാറ്റിയതിന് ശേഷം പിന്നെ ബാക്കിയുള്ളത് നമുക്ക് നന്നായിട്ട് ഒരു അരിപ്പയിലൂടെ അരിച്ചും കൂടി എടുക്കണം. ഒരുവിധം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് അരിപ്പയിൽ കൂടി അരിച്ചും കൂടി എടുത്ത് വയ്ക്കുന്നു. ഫ്ലെയിം ഓണാക്കി ചുവട് കട്ടിയുള്ളൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് അവലിട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന അവൽ കണ്ടോ, കട്ടി കുറഞ്ഞ നൈസായിട്ടുള്ള അവലാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചൂടാക്കുന്നത്. അപ്പം നിങ്ങൾ എടുക്കുന്നത് കട്ടി കൂടിയ അവലാണെന്നുണ്ടെങ്കിൽ ചൂടാക്കേണ്ട ആവശ്യമില്ല. കട്ടി കൂടിയ അവൽ പിന്നെ നമ്മൾ ചൂടാക്കുമ്പോഴുണ്ടല്ലോ അപ്പം കൂടുതൽ കട്ടിയായിപ്പോൾ അപ്പം നമുക്ക് ചവയ്ക്കാനായിട്ടൊക്കെ നല്ല ബുദ്ധിമുട്ടാവും കേട്ടോ. അതുകൊണ്ടാണ് അത് കട്ടി കൂടിയ അവലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചൂടാക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ ഇത് കട്ടി കുറഞ്ഞ അവലാണെങ്കിൽ നമ്മൾ ഒരുപാടിട്ട് ചൂടാക്കരുത് കേട്ടോ. ഒരുപാട് ചൂടാക്കി കഴിഞ്ഞാൽ ഇതും നമുക്ക് ചവയ്ക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പം ജസ്റ്റ് ഒന്ന് ചൂടാകുന്ന പോലെ ഒന്ന് വന്നാൽ മതി കേട്ടോ. ഒരുപാടൊന്ന് ചൂടാകണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാകുന്ന പോലെ മാത്രം വന്നാൽ മതി. ഇതായിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇതിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും കൂടുതൽ അടിഭാഗമൊക്കെ ഒന്ന് കരിഞ്ഞ് കൂടുതൽ കട്ടിയായിപ്പോവും. അപ്പം നമുക്കിതൊരു മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതാ മറ്റൊരു പാത്രത്തിൽ മാറ്റിയിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയിട്ട് അവൽ ചൂടാക്കി സെയിം പാത്രം തന്നെയാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഒന്ന് ചൂടാക്കി എടുക്കണം. 1/2 മുറി ചിരകിയ തേങ്ങയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു ഇടത്തരം തേങ്ങയും പിന്നെ ഇടത്തരം തേങ്ങയുടെ തന്നെ ഒരു പകുതിയും കൂടി, അങ്ങനെ 1/2 മുറിയാണ് കേട്ടോ ചിരകിയിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരുപാട് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, എങ്കിലും അത്യാവശ്യം നല്ലപോലെ തന്നെ ചൂടാക്കി എടുക്കണം. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. നെയ്യും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ നമ്മുടെ തേങ്ങ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര വെള്ളം ഉണ്ടല്ലോ, അതങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ അരിച്ചില്ലായിരുന്നു കേട്ടോ, അപ്പം എന്താ ഇപ്പം അങ്ങ് അരിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. ശർക്കരയുടെ വെള്ളം മൊത്തമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന അവലുണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കിയെടുക്കണം. ശർക്കരയും തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒരുപാടിട്ട് ഇങ്ങനെ അങ്ങ് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോഴും തന്നെ നമുക്ക് അവലങ്ങ് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ടൊന്ന് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഇതായിപ്പോൾ എല്ലാം കൂടി തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ അവൽ വിളയിച്ചത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എങ്കിലും ഇതിലേക്ക് കുറച്ച് വറുത്തൊക്കെ ഒന്ന് ഇടാനുണ്ട്, അപ്പോൾ അത് ചെയ്യാം. ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എള്ള് കഴുകിയിട്ടങ്ങ് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. വേറെ നെയ്യോ എണ്ണയോ ഒന്നും ഒഴിച്ചിട്ടില്ല. അപ്പം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊട്ടി വരുന്ന പോലെ ഒരു സൗണ്ടൊക്കെ വരാൻ തുടങ്ങുമ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം.
ഇതിപ്പോൾ ആയിട്ടുണ്ട്. പൊട്ടുന്ന പോലെയൊക്കെ കാണുന്നുണ്ടോ? ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽറ്റായി വന്നപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങാക്കൊത്ത് നെയ്യിലൊന്ന് വഴറ്റി കളർ കുറച്ചൊന്ന് ചേഞ്ച് ആവുന്ന സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് കടലപ്പരിപ്പ്, അതായത് നമ്മൾ മിക്സ്ചറിനകത്തൊക്കെ ഇരുന്ന കടലപ്പരിപ്പില്ലേ, അത് തന്നെയാണിത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് ഒരു 50 ഗ്രാം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് അവലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്തിട്ട് നമ്മൾ നേരത്തെ ആദ്യം ഇങ്ങനെ വറുത്തെടുത്ത് വെച്ചിരുന്ന എള്ളുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഉണ്ടല്ലോ, ഇങ്ങനെ തട്ടിപ്പൊത്തി ഇങ്ങനെ അമർത്തിയിട്ട് അടച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചൂട് മാറിയതിന് ശേഷം അടച്ചാൽ മാത്രം മതി. ഇങ്ങനെ അമർത്തി അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ചൂട് മാറിയ ശേഷം ഒരു പാത്രത്തിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച വരെയും കേട് കൂടാതെ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, വെളിയിൽ വെച്ചിട്ട് കഴിക്കാവുന്നതാണ്. പിന്നെ പുറം രാജ്യത്തോട്ടൊക്കെ കൊണ്ടുപോകാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു അടിപൊളി ഒരു നാടൻ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നാടൻ പലഹാരമായ അവൽ വിളയിച്ചത്. എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയതും. അപ്പോൾ ഒരു വാഴയില ഞാനൊന്ന് ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വാഴയിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. പിന്നെ ഞാൻ ലാസ്റ്റിൽ ഇങ്ങനെ വറുത്തെടുത്തില്ലേ, അതെല്ലാം കൂടി കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മുടെ നാടൻ റെസിപ്പി ആയിട്ടുള്ള അവൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് ആയിട്ടുണ്ട്. കറക്റ്റ് മധുരവുമാണ്, ഒന്നും പറയാനില്ല കേട്ടോ. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ ഓൾറെഡി നമ്മൾ തേങ്ങ ചിരകിയത് ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. എങ്കിലും നമ്മൾ ചവച്ചൊക്കെ ഒന്ന് കഴിക്കാനായിട്ട് തേങ്ങാക്കൊത്തിടുമ്പോൾ കൂടുതൽ ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്തായാലും അവൽ വറുക്കുമ്പോൾ ഒരുപാട് അങ്ങ് വറുത്തിങ്ങനെ പോകാതെ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നല്ല ഇത്രയും സോഫ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് ചവച്ച് കഴിക്കേണ്ട രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മളുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത് തന്നെ അടിപൊളിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.